അല്ലാഹുവേ ഇങ്ങനെയാണ് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അല്ലാഹുവേ ജനിച്ച ഉടനെ എനിക്ക് കുടിക്കാൻ വെള്ളം തന്ന അല്ലാഹ്, അല്ലാഹുല്ലദീ അൻസല മിനസ് സമാഇ മാആ, അവനാണ് ആകാശത്ത് നിങ്ങൾക്ക് വെള്ളം ഒലിപ്പിച്ചു തന്നത്. പടച്ചവനെ കുടിക്കാൻ വെള്ളം മാത്രമല്ല കഴിക്കാൻ ഭക്ഷണം തന്ന അല്ലാഹ്. ഫഅംബതിനാ ഫീഹാ ഹബ്ബാ വൈനബ وقضبا وزيتونا ونخلا, ധാന്യമണികളിലെ കതിരുകളിൽ നിന്ന് ധാന്യമണികൾ ഉൽപ്പാദിപ്പിച്ചു തന്ന റബ്ബേ, ഈ നെൽപ്പാടങ്ങളിലെ നെൽകൃഷി എനിക്ക് ഭക്ഷണമാക്കി തന്ന അല്ലാഹ്. അഫറഅയ്തും മാ തഹറുസൂൻ അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, നിങ്ങളാണോ കൃഷി മുളപ്പിച്ചു തന്നത് അതെല്ലാം നഹ്നു സാരിഊൻ, ഞാനാണോ നിങ്ങളുടെ പാടങ്ങളിലെ കതിരുകളിലെ ധാന്യമണികളെ തന്നത്? അല്ലാഹു ചോദിച്ച ചോദ്യമല്ലേ? അല്ലാഹുവേ നീ എനിക്ക് ഭക്ഷണം തന്നല്ലോ റബ്ബേ. ഭക്ഷണം മാത്രമല്ല കഴിക്കാൻ എനിക്ക് പഴം തന്ന അല്ലാഹ്. അല്ലാഹുവേ വസ്സൈതൂന വറുമ്മാന മുത്തശാബിഹൻ ഗൈറ മുത്തശാബിഹ്, അല്ലാഹുവേ അത്തിപ്പഴത്തെ എനിക്ക് തന്ന അല്ലാഹ്, മുന്തിരിപ്പഴത്തെ എനിക്ക് കഴിക്കാൻ മുളപ്പിച്ചു തന്ന അല്ലാഹ്. എനിക്ക് വെള്ളവും പഴവും മാത്രമല്ല പടച്ചവനെ പഴത്തിന്റെ കൂടെ കുടിക്കാൻ എനിക്ക് പാലും തന്ന അല്ലാഹ്. وإن لكم في الأنعام لعبرا نسقيكم مما في بطونها من بين فرث ودم لبنا خالصا صائغا للشاربين, നാൽക്കാലികളുടെ വയറ്റിന്റെ ഉള്ളിലൂടെ രക്തം പോകുന്ന ധമനിയുടെയും ചാണകം പോകുന്ന വഴിയുടെയും ഇടയിലൂടെ രക്തത്തിന്റെ ദുർഗന്ധമില്ലാതെ, ചാണകത്തിന്റെ ദുർഗന്ധമില്ലാതെ, രക്തത്തിന്റെ കളറുകൾ പറ്റാതെ, അതിന്റെ രണ്ടിന്റെയും ഇടയിലൂടെ ലമനൻ ഖാലിസന സായിക, നല്ല തനി വെളുപ്പുള്ള സുന്ദരമായ പാലിനിക്ക് നൽകിയ അല്ലാഹ്. വെള്ളവും പഴവും പാലും മാത്രമല്ല പടച്ചവനെ അതിന്റെ കൂടെ എനിക്ക് ഊട്ടാൻ തേനൂട്ടി എന്നെ വളർത്തിയ അല്ലാഹ്. എന്റെ ഉമ്മയെക്കാളേറെ സ്നേഹത്തോടെ പാലും പഴവും തേനും നിന്ന് ഊട്ടി വളർത്തിയ എന്റെ ഉമ്മയെക്കാളേറെ സ്നേഹത്തോടെ എനിക്ക് കഴിക്കാൻ തേനും തന്ന അല്ലാഹ്. وأوحى ربك إلى النحل أن اتخذي من الجبال بيوتا ومن الشجر مما يعرشون, വൃക്ഷത്തിന്റെ കൊമ്പുകളിൽ നിങ്ങൾക്ക് കുടിക്കാൻ തേനിനെയും ഒരുക്കി തന്ന അല്ലാഹ്. പടച്ചവനെ നീ എനിക്ക് എന്റെ ഉമ്മയെക്കാളേറെ പാലും തന്ന് പഴവും തന്ന് തേനൂട്ടി വളർത്തി. ഇങ്ങനെ ഞാൻ വളർന്നു പോകുമ്പോ എന്റെ ജീവിതത്തിന് താങ്ങായി തണലായി എന്റെ സങ്കടത്തിലും എന്റെ സന്തോഷത്തിലും പങ്കാളിയാവാൻ എനിക്കൊരു സുന്ദരിയായ ഭാര്യയെ തിരഞ്ഞെടുത്ത് എവിടെ നിന്നോ കയ്യിലേൽപ്പിച്ച റബ്ബേ, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജാ, അല്ലാഹു ആണല്ലോ ഒരു ഭാര്യ എന്റെ ജീവിതത്തിലേക്ക് നൽകിയത്. ആ ഭാര്യയോടൊത്ത് ജീവിച്ചു കൊണ്ടുപോകുമ്പോ ഉപ്പാന്ന് വിളിക്കാൻ, ഉമ്മാന്ന് കിളിക്കൊഞ്ചല് കേൾക്കാൻ എനിക്ക് മക്കളെ തന്ന അല്ലാഹ്. ലില്ലാഹി മുൽകുസ് സമാവാതി വൽ അർദ് യഹബു ലിമൻ യശാഉ ഇനാഥാ വയഹബു ലിമൻ യശാഉ ദുകൂർ, എനിക്ക് ആൺമക്കളെ തന്ന റബ്ബേ, എനിക്ക് പെൺമക്കളെ തന്ന റബ്ബേ, എനിക്ക് ആൺമക്കളെയും പെൺമക്കളെയും തന്ന റബ്ബേ. അല്ലാഹുവിനോട് ഇങ്ങനെ അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എടുത്തെടുത്ത് പറയണം മുഅ്മിനേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വെറുതെ എന്തെങ്കിലും വാരിക്കോരി പറയാനല്ല. പാതിരാ സമയത്ത് നല്ല തണുപ്പുള്ള സമയത്ത് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ചറപ്പിന്റെ നേരെ കൈകൾ ഉയർത്തി നിർത്തിയിട്ട് അവൻ ചെയ്ത അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നോരോന്നോരോന്ന് എടുത്തെടുത്ത് പറഞ്ഞിട്ട് അവസാനം അല്ലാഹുവേ എല്ലാം മൂട്ടി തന്നിട്ട് വിശുദ്ധ ഇസ്ലാം എന്ന ഏകദൈവ വിശ്വാസത്തിന്റെ സത്തയിലേക്ക് എന്നെ ആനയിച്ച അല്ലാഹ്. അല്ലാഹു യഹ്ദീ മൻ യശാ, പടച്ചവനെ അല്ലാഹുവേ ഏകദൈവ വിശ്വാസത്തിലേക്ക് എനിക്ക് ഹിദായത്ത് തന്ന അല്ലാഹ്. പടച്ചവനെ ഇതൊക്കെ
ഇതൊക്കെ ഞാൻ ചോദിച്ചിട്ട് നീ എനിക്ക് തന്നതല്ലല്ലോ. പടച്ചവനെ, നിന്നോടല്ലാതെ എന്റെ സങ്കടം ഇനി ആരോട് പറയാ? നീ അറിയാതെ എന്റെ കാലിലൊരു മുള്ളുകൊള്ളില്ല റബ്ബേ. നീ അറിയാതെ ഒരു വിപത്ത് എനിക്ക് വരില്ല അല്ലാ. നീ വരാത്തൊരു കടമെന്റെ ജീവിതത്തിലില്ല അല്ലാ. നീ പറയാത്തൊരു പ്രതിസന്ധി എന്റെ ജീവിതത്തിലില്ല അല്ലാ. അതുകൊണ്ട് ഖഹാറായ റബ്ബേ, ജബ്ബാറായ റബ്ബേ, ഗഫൂറായ റബ്ബേ, കരീമായ റബ്ബേ, സത്താറായ റബ്ബേ, മുഈനായ റബ്ബേ, നാസിറായ റബ്ബേ, ഹഖായ റബ്ബേ, റബ്ബായ റബ്ബേ, ലാ ഇലാഹ ഇല്ലാഹു അന്തൽ അവ്വലു, നീയാണ് ആദി, അന്തൽ ആഖിറു, നീയാണ് അവസാനം, വ അന്തൽ ലാഹിറു വ അന്തൽ ബാതിനു വ അന്ത അലാ കുല്ലി ഷൈഇൻ ഖദീർ. സചേതനമല്ലാത്ത കരിമ്പാറക്കെട്ടിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിച്ച അല്ലാഹുവേ, അയ്യൂബ് നബിയുടെ മാരകമായ രോഗത്തിന് ഒരു പച്ചവെള്ളം കൊണ്ട് ശമനം കൊടുത്ത അല്ലാ. എന്റെ രോഗം ഏത് ഡോക്ടർ തള്ളിയാലും നിന്റെ മുമ്പിൽ പ്രശ്നമല്ല റബ്ബേ. അതുകൊണ്ട് അല്ലാഹുവിനോട് അവൻ ചെയ്ത നന്മകൾ എടുത്തെടുത്തെടുത്തെടുത്ത് പറഞ്ഞ് പടച്ച റബ്ബിനോട് പറയുക, അല്ലാ ഇനി ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, എന്റെ കണ്ണീരിനൊരു അറുതി വരുത്തണേ അല്ലാ. ഇങ്ങനെ അല്ലാഹുവിനോട് രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നീ പറ, എന്റെ ജീവിതത്തിൽ ആത്മവിശ്വാസം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ ആരെങ്കിലും ജീവിതത്തിൽ ഇതേവരെ ദുആ ചെയ്തിട്ടുണ്ട്? ഉള്ളവരൊന്ന് കൈ. ഇങ്ങനെ ഞാൻ പറഞ്ഞൊക്കെ എടുത്ത് പറഞ്ഞിട്ട് അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്ത ആളുകൾ ഒന്ന് മെല്ലെ ഒന്ന് കൈവക്കും. ആ മാഷാ അല്ലാഹ്. 1 2 ഖലീലും മിൻ ഇബാദിയ ശക്കൂർ. വളരെ കുറവാണ്. യഥാർത്ഥത്തിൽ ഉള്ള സമയത്തിൽ വെറുതെ വാരി വലിച്ച് പറയണില്ല. ഞാനൊരു വലിയ ഖുർആൻ പണ്ഡിതനൊന്നുമല്ല. പക്ഷേ എന്റെ ഒരു 18 വർഷത്തെ ജീവിതം ഈ ഖുർആനാണ്. ഇനി അങ്ങനെ തന്നെയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. സഹോദരങ്ങളെ, ഖുർആൻ 3ാമത് അവതരിപ്പിച്ച അധ്യായമാണിത്. മൂടിപ്പുതച്ച് നിരാശയിൽ കിടന്നപ്പോ എഴുന്നേക്ക് നബിയെ, എഴുന്നേറ്റ്. എന്നിട്ട് അള്ളാടെ മുമ്പിൽ രാത്രിയിൽ, ചെറുപ്പക്കാരാ നീ ഇതൊന്ന് പ്രായോഗികമായി ചെയ്തു നോക്ക്. അള്ളാടെ മുമ്പിൽ കൈ നീട്ടി വെച്ചിട്ട്, പടച്ചോനെ നീ ഇതുവരെ തന്നത് എനിക്ക് കൃതാർത്ഥതയുണ്ടല്ലോ. അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ ദുആ ചെയ്യേണ്ടത്? നമുക്കിപ്പോ ഒരാള് സാലിയാജിയാന്ന് വിചാരിക്കും, അല്ലെ MD പോയാ ചോദിക്കാതെ തന്നെ കുറെ തന്നു. എത്തിങ്ങാനേക്ക് പൈസ അങ്ങനെ ചോദിക്കാതെ തന്നെ ഇഷ്ടം പോലെ ഒരാൾ വാരി തന്നു എന്ന് വിചാരിക്കുക. അവസാനം ഒരു പ്രയാസം വന്നപ്പോ ഓടിപ്പോയിട്ട് അങ്ങനെ മുമ്പിൽ പോയിട്ട് പിന്നെ ഒരു 10 ലക്ഷം കടമുണ്ട്. ഓടി ചെന്ന് വേറെ വർത്താനം, അസ്സലാമു അലൈക്കും, എന്താ വന്നത്? പള്ളി കമ്മിറ്റിക്കാരില്ല, ഒരു 10 ലക്ഷം രൂപ കടമുണ്ട്, പെട്ടെന്ന് തരി. ആ മനുഷ്യൻ എന്താ പെട്ടെന്ന് പറയാ? അല്ല, ഇത്രയും നാള് ഞാൻ തന്നെ അല്ലേ തന്നെ, ഇനിയിപ്പോ നിങ്ങൾക്ക് വേറൊരാളോട് ചോദിച്ചൂടെ? എപ്പോഴും ഞാൻ തന്നെ തരാം. എന്നാൽ അതിന് വേറൊരു വശമുണ്ട്. ആ വശം ജാമിദ ടീച്ചർ ജാമിദ പറഞ്ഞ വശമല്ല. അള്ളാഹ്ക്ക് അങ്ങനെ ഒരു ആവശ്യവുമില്ല. അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ഒരു ചായയൊക്കെ ഇട്ടതൊന്ന് കുടിച്ച് നിങ്ങൾ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, ഹസനിയ യത്തീങ്ങാന ഇവിടെ വന്ന കാലം മുതൽ അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കണം നിങ്ങളാണ്. അതിന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ ഓരോ പ്രാതിനിധ്യമുണ്ട്. ആദ്യം അത് വെക്കണ സമയത്ത് ഫൗണ്ടേഷൻ ഇട്ടെന്ന് നിങ്ങളാണ്. അവസാനം അതിന്റെ കെട്ടിടം പൂർത്തിയാക്കാൻ പറ്റാതെ വന്നപ്പോ അന്ന് നിങ്ങൾ 1 ലക്ഷം രൂപ തന്നു. പിന്നെ നമ്മൾ 2ാമത്തെ കെട്ടിടം തുടങ്ങിയപ്പോ അന്ന് നിങ്ങൾ 1 ലക്ഷം തന്നു. ഏതൊക്കെ പ്രതിസന്ധി ഘട്ടമുണ്ടോ ആ സമയത്തൊക്കെ ഞങ്ങളുടെ ഒരു ആശയും പ്രതീക്ഷയും നിങ്ങളിലായിരുന്നു. അൽഹംദുലില്ലാഹ്, നിങ്ങൾ അതൊക്കെ ഞങ്ങൾ ചോദിക്കാതെ തന്നെ അറിഞ്ഞ് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നല്ല പ്രതിഫലം തരട്ടെ. ഇപ്പൊ വളരെ ഒരു പ്രതിസന്ധിയിലാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്നും താങ്ങത്തണലുമായി ചോദിക്കാതെ ഞങ്ങളെ സഹായിച്ച നിങ്ങൾ ഇപ്രാവശ്യം കൂടി ഞങ്ങൾക്ക് ഇതിനകത്തൊന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എന്താ പറയാ? അദ്ദേഹം പറയാ, അൽഹംദുലില്ലാഹ്, ഇത്രയും നാൾ ഞാൻ തന്നെ നിങ്ങൾക്ക് ആ ശുക്രനോടുണ്ടല്ലോ, ഞാൻ ചോദിക്കാതെ തന്നെ തന്നപ്പോ അതിന്റെ ഒരു നന്ദി നിങ്ങൾക്കുണ്ടല്ലോ. ഒരു പ്രതിസന്ധി വന്നപ്പോ നിങ്ങൾ ഓടി വന്നത് എന്റെ അടുക്കലാണല്ലോ. ഇൻഷാ അല്ലാഹ് ഞാൻ ഉള്ളത് കൊണ്ട് സഹായിക്കാം.
അതല്ലേ പറയാ. ഇന്ന് വരെ യജമാനനായ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്തിട്ട് ഉസ്താദെ സ്വീകരിക്കണില്ല, നിങ്ങൾ ഈ പറയണൊക്കെ തഹജ്ജുദൊക്കെ ഞാൻ നിസ്കരിച്ചു നോക്കി, പക്ഷെ എന്റെ ദുആ സ്വീകരിക്കണില്ലെന്ന് പറഞ്ഞാൽ ദുആയുടെ ശൈലി എന്താ? അറബി പറഞ്ഞാലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും അല്ലാഹുവേ നിനക്കാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നിന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന, നിന്റെ ശക്തിയെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു തന്ന, നിന്റെ ഔദാര്യത്തെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന, നിന്റെ കരുണയെ കുറിച്ച് ഞങ്ങളോട് വാ തോരാതെ പറഞ്ഞു തന്ന നീയാണ്. നിന്റെ അടിമകളോട് നിനക്ക് വലിയ കരുണയുള്ളവനാണെന്ന് ഞങ്ങളോട് ജീവിതം മുഴുവനും പറഞ്ഞു തന്ന ഞങ്ങളുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾ ഉപകാരത്തോടെ ഓർക്കുകയാണ്, സ്വലാത്ത് ചൊല്ലുകയാണ്. അല്ലാഹുവേ അല്ലാഹുമ്മ ശ്ഫി അംറാദന, ഞങ്ങളുടെ രോഗത്തെ നീ ശിഫയാക്കി തരണേ അല്ലാഹുവേ. ഇതാണ് ദുആയുടെ ശൈലി. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്നോട് ആലിമീങ്ങളോട് എല്ലാവരോടും ഈ ഖുർആന്റെ ഒരു ശൈലി, നിസ്കരിക്കീൻ, കൈ പൊക്കീൻ, എന്നിട്ട് പടച്ചറപ്പിനോട് വാരിക്കോരി തന്ന അനുഗ്രഹത്തെ കുറിച്ച് വാചാലമായിട്ട് പറയും. പടച്ചോനെ, ഇത്രയൊക്കെ തന്നിട്ടും ഒരു നന്ദി ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല അല്ലാഹുവേ, എന്നിട്ട് നീ തന്ന അനുഗ്രഹം എന്നിൽ നിന്ന് നീ പിടിച്ചുകൊണ്ട് പോയിട്ടില്ല അല്ലാഹുവേ, എന്നോട് എനിക്ക് ശുക്റുണ്ട് അല്ലാഹ്. പടച്ചോനെ, വലിയൊരു പ്രതിസന്ധിയിലാണ് ഞാൻ. നടക്കൂലേ? നടക്കൂലേ? ഒരു വിശ്വാസമില്ല, നടക്കും. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ അത് പതിയാത്തത് കൊണ്ടാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, യുവാക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു മുഖമുദ്രയായി ചിലപ്പോ 2 മണിക്കൂർ വെള്ളം തരും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും സംഘാടകർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കാൻ. ചൂടുവെള്ളം. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നേരത്തെ ആക്കാൻ വേണ്ടി ശ്രമിക്കണം. മരുമോളോടോ കാട്ടി, ഇനിയിപ്പോ നാത്തൂനോടും കൂടെ കാണിക്കണം. അള്ളാഹു സ്വീകരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ലേ? ഉണ്ടല്ലോ. അപ്പൊ കുറച്ചേ ഉള്ളൂവെങ്കിലും ആ ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകും. അല്ലാഹു സ്വീകരിക്കും. ആ രീതിയിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. എന്നിട്ട് ഒന്നാമത്തെ ഒന്ന് പറയുന്നു, ഉറങ്ങാതെ നിങ്ങൾ ഉഷാറായാലേ ഞാൻ പറയൂ. ഒന്നാമത്തേതാ, രാത്രിയിൽ എഴുന്നേൽക്കുക. ചെറുപ്പക്കാരെ, നീ ഇങ്ങനെ നായി നോക്ക്, നിന്നെ തോപ്പിക്കാൻ പിന്നെ ലോകത്തൊരാളുണ്ടാവില്ല. ഒരു ബോംബുകൾക്കും നിന്നെ തകർക്കാൻ കഴിയില്ല. ഒരു ലോകത്തിന്റെ ഒരു ശക്തിക്ക് നിന്നെ തകർക്കാൻ കഴിയില്ല. തിരമാലകൾ ആഞ്ഞടിച്ചു വരുന്ന സമുദ്രത്തിന്റെ മുകളിലൂടെ നീ കാലുകൊണ്ട് നടന്നു പോകും. കാരണം രാത്രിയിലെ ഇബാദത്തുകൾ മനഃശക്തി വർദ്ധിപ്പിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത അല്ലാഹുവിന്റെ പ്രവാചകനോട് രണ്ടാമത് പറഞ്ഞത്, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ പാതിരാ സമയത്ത് എഴുന്നേറ്റിട്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യുക. എന്നിട്ട് രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? ഔസിദ് അലൈഹി വറത്തിൽ ഖുർആന തർതീലാ, ഔസിദ് അലൈഹി വറത്തിൽ ഖുർആന തർതീലാ. ഓ ഹബീബായ നബിയേ, പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിന്ന് പടച്ചറപ്പിന് മുമ്പിൽ തഹജ്ജുദ് നമസ്കരിച്ചതിന് ശേഷം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് ആ പാതിരാത്രിയിൽ പാരായണം ചെയ്യ്. യാ റസൂലല്ലാഹ്, പാതിരാ സമയത്ത് വറത്തിൽ ഖുർആന തർതീലാ, പാതിരാവിന്റെ നിശബ്ദതയിൽ ഖുർആൻ ഓതുക. പകല് നമ്മൾ ഖുർആൻ ഓതാറുണ്ട്, തഹജ്ജുദ് നമ്മൾ റമദാനിൽ ഖുർആൻ ഓതാറുണ്ട്, ഓരോ വിശേഷ സമയങ്ങളൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ നമ്മൾ ഖുർആൻ ഓതാറുണ്ട്. പക്ഷേ എന്നെ കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട ഇവിടുത്തെ സഹോദരങ്ങളോട് സഹോദരിമാരോട്, പാതിരാ സമയത്ത് അന്ധകാര നിബിഡമായ രാത്രിയിൽ ഈ പ്രകൃതി മുഴുവനും നിശബ്ദമായിട്ടിരിക്കുമ്പോ ഒരു ഇല വീണാൽ പോലും ഏൽക്കുന്ന ശൂന്യതയുടെ സമയത്ത് നിന്റെ നാവിലൂടെ
ഖുർആൻ ഓതുമോ, ആ ഖുർആൻ നിന്റെ നാവിലൂടെ പരന്നൊടുകുമോ? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ സഹായം നിന്റെ ജീവിതത്തിലേക്ക് വന്നെത്തും. ചെറുപ്പക്കാരാ, പാതിരാ സമയത്ത് തഹജ്ജുദ് നമസ്കരിക്കുക മാത്രമല്ല, അതൊരു ലഹരിയായി പടർന്നു കയറുമ്പോ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലഹരിയാകുമ്പോ പിന്നെ വേദനകൾ നമ്മൾ തിരിച്ചറിയില്ലല്ലോ. ഇന്ന് നമ്മുടെ പ്രണയം നമ്മുടെ ലഹരിയാകുമ്പോ, കാമുകിയെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ലഹരിയായി പടർന്നു കയറുമ്പോ, 1000 ഓർമ്മകളുടെ ലഹരിയിലൂടെ കടന്നു പോകുമ്പോ, കഞ്ചാവുകളും ഉൽപ്പന്നങ്ങളും ഒക്കെ നമ്മളെ ലഹരിയിലോട്ട് കടന്നു പോകുമ്പോ, പച്ച മനുഷ്യനെ വെട്ടിയൊതുക്കുന്ന കൊലപാതക പരമ്പരകളുടെ ഇടയിൽ പോലും ലഹരിയാണ് അടിസ്ഥാനമെന്ന് വാർത്താമാധ്യമങ്ങൾ നമ്മളോട് പറയുമ്പോ, മലയാളത്തിന്റെ മനസാക്ഷി മുഴുവനും ഞെട്ടിത്തെരിച്ചു നിൽക്കുമ്പോ, പക്ഷേ ഒന്നുകൂടി പറയാനുണ്ട്. പാതിരാ സമയത്ത് ബാങ്ക് വിളിക്കാനൊരു പള്ളിയുടെ മുറിയിൽ കിടന്നിറങ്ങുന്ന ഒരു പാവപ്പെട്ട മുസ്ലിമിന് തുണ്ടമായി വെട്ടിമുറുക്കിയപ്പോ എന്തുകൊണ്ടാണ് പൊതുബോധം ഉണരാതെ പോയത്? 8 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ടുപോയി കഴുത്തറുത്തു കൊണ്ടപ്പോ മനോരോഗി എന്ന ഓമന പേര് കൊടുത്ത് മറുഭാഗത്തേക്ക് മാറ്റി നിർത്തിയപ്പോ എന്തുകൊണ്ടാണ് ഈ മനസാക്ഷിയുടെ പൊതുബോധം ഉയരാതെ പോയത്? തന്റെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരന് അവനെ ഇഷ്ടപ്പെട്ട മതം സ്വീകരിച്ചെന്നതിന്റെ പേര് പട്ടാപ്പകല് പുലർച്ചയിട്ടിട്ട് വെട്ടിയിട്ട് പാവപ്പെട്ട കൊടിഞ്ഞീരിയുടെ ഫൈസലിനെ കൊന്നൊടുക്കിയപ്പോ എന്തുകൊണ്ടാണ് പൊതുബോധത്തിന്റെ മനസാക്ഷി മരവിച്ചു പോകാതിരുന്നത്? റിയാസ് മൗലവിയുടെ രക്തം തളം കെട്ടി നിന്നപ്പോ മനസാക്ഷിയുടെ പൊതുബോധം എന്താണ് മരവിപ്പിച്ചു പോകാത്തത്? ഒരു പാവപ്പെട്ടവനെ പച്ചക്ക് കത്തിച്ചിട്ട് ആ പ്രതി ജയിലിന്റെ അറയിലിരുന്നിട്ട് ലൈവ് വീഡിയോ വിടുമ്പോ എന്തുകൊണ്ടാണ് ഈ മനസാക്ഷിയുള്ള പൊതുബോധം അനഞ്ഞു പോവാത്തത്? സംശയങ്ങൾ ബാക്കിയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് സമൂഹത്തോട് ഉറക്കെ പറയട്ടെ, ലോകത്തിന്റെ മുമ്പിലും മാനവികത അളക്കേണ്ടത് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല. എല്ലാവരും മനുഷ്യരാണെന്ന് ചിന്തിക്കാൻ, അവൻ ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, അവൻ മുസ്ലിം ആകട്ടെ, കൊല ചെയ്യപ്പെടുന്നവന്റെ രക്തത്തിന് ഒരു മനുഷ്യന്റെ രക്തത്തിന്റെ നിറമാണെന്ന് തിരിച്ചറിയാൻ മതത്തിന്റെ പേരിലുള്ള മനസാക്ഷിയുടെ വിവേചനങ്ങൾ അവസാനിക്കട്ടെ. മനുഷ്യനെന്ന പൊതുബോധത്തിലൂടെ ലോകത്തോട് നടന്നു പോകട്ടെ. അതാരുടെ രക്തമാണെങ്കിലും ആ രക്തത്തിന് പങ്കില്ലാതാകുന്ന ഒരു ലോകം കടന്നു വരട്ടെ. രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള അരുംകൊലകൾ അവസാനിച്ചു പോകട്ടെ. അത് ആരുടേതാണെങ്കിലും ശരി, അത് ഷുഐബിന്റെ ഡെഡ് ബോഡി ആണെങ്കിലും ശരി, അത് ബിബിന്റെ ഡെഡ് ബോഡി ആണെങ്കിലും ശരി, എല്ലാത്തിനും അപ്പുറം ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. അത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല. കൊല ചെയ്യപ്പെട്ടത് ആരാണെങ്കിലും അതൊരു അമ്മയുടെ മകനാണെന്ന്, അതൊരു ഭാര്യയുടെ ഭർത്താവാണെന്ന്, ഒരു കുറെ അനാഥ മക്കളുടെ പിതാവാണെന്ന്, പാവപ്പെട്ട മക്കളുടെ പിതാവാണെന്നുള്ള ബോധത്തിലേക്ക് മനസാക്ഷി നടന്നു പോകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അരുങ്കൊലകൾ അവസാനിക്കട്ടെ. മനുഷ്യ മനസ്സുകൾ ഒന്നിക്കട്ടെ. മനുഷ്യനെന്ന പൊതുബോധത്തിലും മനുഷ്യത്വത്തിലൂടെ നടന്നു പോകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പോകുമ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പാതിരാ സമയത്ത് സഹാബത്തിനോട് ചോദിക്കുന്നത്, മയ്യഖൂമു ഹാദിഹിൽ ലൈല, ആരാണ് ഇന്നത്തെ രാത്രി ഞങ്ങൾക്ക് കാവൽ